ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇനി എൻ്റെ വ്യൂസും വാച്ചവറൊക്കെ വളരെ താഴോട്ടായി, വെറും 7 അപ്പോൾ എല്ലാവരും എന്നെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരണം. ഇവിടെ നിന്ന് വീണ്ടും ആദ്യം മുതൽ തുടങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് മുട്ടക്കറി, മുട്ട റോസ്റ്റും ചപ്പാത്തിയാണ്. മുട്ടയും അതായത് നോൺ വെജും ഒക്കെ കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. 16 അടിയന്തരം കഴിയണവരെ നോൺ വെജ് ഒന്നും ഉപയോഗിച്ചില്ലായിരുന്നു. ഇപ്പോഴാണ് ആദ്യമായിട്ട് നോൺ വെജ് ഉണ്ടാക്കുന്നത്. താങ്ക് യു മോനുക്കുട്ടേ. രാവിലെ പുറത്തൊക്കെ പോയി വന്ന് അപ്പിട്ടൊക്കെ വന്ന് മൂത്രമൊഴിച്ച് വന്ന് കിടന്ന് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ നടക്കാൻ ചെറിയ വിഷമമുണ്ട്. ഈ വയസ്സായവർക്ക് വരുന്ന വാദം പോലത്തെ ഇവർക്കും ഉണ്ടാവും ഇത്രേ വാദം. ചൂട് പിടിച്ചു കൊടുക്കുന്നതല്ല. ഇപ്പോൾ 10-15 ദിവസമായില്ലേ ഞാനിവിടെ ഉള്ളപ്പോൾ ഇടയ്ക്ക് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ചൂട് പിടിച്ചു കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ വെള്ളം കൊണ്ടായിരുന്നു പിടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ 1-2 പേര് എന്നോട് പറഞ്ഞു അതിൽ നല്ലത് അതാകുമ്പോൾ വെള്ളമയം ശരീരത്തിലുണ്ടാവുകയും ചെയ്യും, പിന്നെ ആ ചൂടങ്ങോട്ട് പിടിക്കില്ല ശരീരത്തിലേക്ക്. അതുകൊണ്ട് നല്ലൊരു പണി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ആ കുപ്പി കക്ഷത്തിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. കാല് വേദനയുള്ള കാലിൻ്റെ കുപ്പിയൊക്കെ ചളങ്ങിപ്പോയല്ലടാ, ഒന്ന് പൊട്ടിയും പോയി. എൻ്റെ മോനെ ഇതും വെച്ചിക്കെന്ന് ഉങ്ങിക്കോട്ടോ ചക്കരേ, ഇത് വെച്ച് ഇങ്ങനെ കെട്ടിപ്പിച്ച് കിടന്ന് ഉങ്ങിക്കോട്ടോ. വേദന കുട്ടിയുടെ മാറൂട്ടോ. ഇളം ചൂടുവെള്ളമാണേ പേടിക്കണ്ട. പിന്നെ കാല് തൊടുമ്പോൾ വലിക്കുന്ന കാലിൻ്റെ അടിയിൽ എന്തോണ്ടോ ഇന്നടെ കള്ള, അവിടെ കിടന്നോടെ കള്ള, അവിടെയും വെച്ചോണ്ട് കിടന്നോ. അങ്ങനെ കിടന്നോട്ടാ. മോൻ പേടിച്ചു പോയോ? അമ്മ ഇട്ടേച്ച് പോയിന്നോർത്ത് പേടിച്ചു പോയോ കുട്ടി? സാരല്ല കേട്ടോ, ചൂട് പിടിക്കുമ്പോൾ ശരിയാവും കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ചൂട് പിടിക്കണ കാരണം അത്യാവശ്യം അവൻ്റെ കാര്യങ്ങൾക്കൊക്കെ നടക്കാനൊക്കെ പോകുന്നുണ്ട്. ഇപ്പം മാറൂട്ടോ കുട്ടിയെ ചക്കരേ. അങ്ങനെ കിടന്നോട്ടോ. കള്ളൻ്റെ കരുത്തം.